ഹിൻഡൻബർഗിൻ്റെ രണ്ടാമത്തെ റിപ്പോർട്ട് അടുത്ത ദിവസങ്ങളിലാണ് വന്നത്. വളരെയേറെ ആളുകളെ ഞെട്ടിച്ച ഒരു റിപ്പോർട്ടാണ് ഈ തവണയും ഹിൻഡൻബർഗിൻ്റെ ഭാഗത്തു നിന്ന് വന്നത്. നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇടിവുണ്ടാകാൻ, ഓഹരി കമ്പോളത്തിൽ ഇടിവുണ്ടാകാൻ തക്ക തരത്തിലുള്ള ഈ റിപ്പോർട്ട് ഹിൻഡൻബർഗ് ഈ തവണ പുറപ്പെടുവിച്ചു. അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തലിൽ പ്രധാനമായും വന്ന ആരെയും അത്ഭുതപ്പെടുത്തുന്നൊരു കാര്യം, സെബി ചെയർപേഴ്സൺ മാധവി പുരി ബുച്ച്, അതുപോലെ അവരുടെ ഭർത്താവ് ധാവൽ ബുച്ച് തുടങ്ങിയവർ മൗറീഷ്യസിലും ബർമുഡയിലും സിംഗപ്പൂരിലുമുള്ള അഡാനിയുടെ ഷാഡോ കമ്പനികളിൽ, നിഴൽ കമ്പനികളിൽ വൻ തുക, ഭീമമായ തുക നിക്ഷേപിച്ചിട്ടുണ്ട് എന്ന ഒരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ ഭരണാധികാരികൾ പറയുന്നത് ഇന്ത്യയുടെ ഓഹരി കമ്പോളത്തെ മുഴുവൻ ഇടിച്ചു താഴ്ത്തുന്നതിന് വേണ്ടിയും സാമ്പത്തികമായി ഇന്ത്യയെ തകർക്കുന്നതിന് വേണ്ടിയും പ്രതിപക്ഷം ആസൂത്രണം ചെയ്ത ഒരു പ്രചരണമാണ് അത്രയത്. എന്തൊരു അത്ഭുതമാണ്! മാധവി പുരി ബുച്ചിനെ കൊണ്ട് ഷാഡോ കമ്പനികളിൽ മൗറീഷ്യസിലും ബർമുഡയിലും പണം നിക്ഷേപിച്ചിട്ട് പ്രതിപക്ഷം ഇന്ത്യയുടെ ഓഹരി കമ്പനി തകർത്ത് ഇന്ത്യയുടെ സാമ്പത്തികമായ സ്ഥിതി അവതാളത്തിലാക്കുന്ന ഒരു നടപടിയാണിതെന്നൊക്കെ പറയണമെങ്കിൽ സാധാരണഗതിയിൽ നോർമലായിട്ടുള്ള ആളുകൾക്ക് പറയാൻ കഴിയില്ല. വലിയൊരു അന്വേഷണം, JPC അന്വേഷണം ആവശ്യമുള്ളൊരു സംഗതിയാണത്.